ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വേറൊന്നുമല്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശി സത്യങ്ങളൊക്കെ ഇന്ദിരാമ സത്യങ്ങളൊക്കെ പറയാണ്. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഗോമതിയുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ഒരു വെപ്രാളവും ആകെ ഒരു വിഷമമൊക്കെ ആയിരുന്നു. ചില ദിവസങ്ങൾ എന്നോട് മിണ്ടാറ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വളരെ താമസിച്ചാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴൊന്നും മിണ്ടിയില്ലായിരുന്നു. പിറ്റേ ദിവസമാണ് എൻ്റെ കയ്യിൽ ഈ ആധാരം വെച്ച് തന്നിട്ട് പറഞ്ഞത്. അത് രജിസ്റ്റർ ചെയ്ത ആധാരമായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേക്കും ഗോമതിയുടെ വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഗോമതിയുടെ പേരിലാണ് സ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഗോമതി മാത്രമല്ല, നിങ്ങളും എൻ്റെ മക്കൾ തന്നെയല്ലേ, സ്വത്തുക്കളെല്ലാം മക്കൾക്കും ഒരുപോലെ വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞത്, മക്കൾക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അത് മാത്രമല്ല ഓഫീസും കമ്പനി വക കാര്യങ്ങളൊക്കെ ആ മക്കളുടെ പേരിലും വീട് പെൺകുട്ടിയായിട്ടുള്ള ഗോമതിയുടെ പേരിലും ഇരിക്കട്ടെ എന്നായിരുന്നു അച്ഛൻ്റെ അവസാന തീരുമാനം. എനിക്കന്ന് അതിനെ എതിർക്കാൻ പറ്റില്ലെന്ന് മക്കളെ, കാരണം അച്ഛൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ കാര്യം ഒരിക്കലും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനാണ് എന്തിലേക്ക് ഒരു ആവശ്യഘട്ടം വന്നാൽ മാത്രം ഈ സത്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ആവശ്യഘട്ടം വന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അച്യുതനോടും അനന്തനോടൊക്കെ അമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എന്നെ വെറുക്കല്ലേ, ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സ്വത്തുക്കൾ തരരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അമ്മ. അപ്പോൾ അച്യുതനും അനന്തനും അമ്മേനെ ചേർത്ത് പിടിക്കണം. അമ്മ വിഷമിക്കുമെന്ന് വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗോമതിക്ക് ഈ സത്യം അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇല്ല അവൾക്ക് ഇതുവരെ ഈ സത്യം അറിയില്ല. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ചിട്ട് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി പോയപ്പോഴാണ് അനന്തൻ നീ ആ വഴി വന്നപ്പോൾ ഞങ്ങളെ കണ്ടതോ. അപ്പോൾ ഗോമതിക്ക് ഈ സത്യം അറിയില്ലല്ലേ? ഇല്ല, അവൾക്ക് ഈ സത്യം അറിയില്ല എന്ന് പറയാണ്. ശരി അമ്മ, അമ്മക്കൊട്ടും വയ്യല്ലോ, അമ്മ പോയി റെസ്റ്റ് ചെയ്തോ എന്ന് പറയാണ് നന്ദിനി. അമ്മേനെ കൊണ്ട് റൂമിൽ കിടത്താൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ അമ്മേനെ കൊണ്ട് റൂമിൽ കിടത്താൻ അവിടെ എത്തുമ്പോഴേക്കും അമ്മക്ക് വല്ലാത്തൊരു തലകറക്കും പരവേഷമൊക്കെ തോന്നുവാണ്. അയ്യോ അമ്മ എന്തു പറ്റി, അമ്മ എന്തു പറ്റി, അനന്തേട്ടാ അച്യുതേട്ടാ ഓടി വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മ തല കറങ്ങിന് വീഴാണ്. മിക്കവാറും അമ്മയുടെ കാര്യത്തിൽ തീരുമാനമായെന്നാ തോന്നുന്നു കേട്ടോ. ഒന്നില്ലെങ്കിൽ അമ്മ ആ കിടപ്പ് അങ്ങനെ കിടക്കും സംസാരിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അമ്മ മരിച്ചുപോയി ആ രീതിയിലാണ് കാണിക്കുന്നത് അവസാനത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിക്കുന്നത്. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ഇന്നും കടയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഗോമതി ചോദിക്കണേ, എന്താ ബാലേട്ടാ ഇന്നും കടയിലേക്ക് പോകുന്നില്ലേ? ഇതിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ബാലേട്ടന് ഒട്ടും വയ്യെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ബാലേട്ടൻ ഗോമതി സ്റ്റോഴ്സിൽ പോവാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല ഗോമതി എനിക്ക് ഇന്നും കൂടി റെസ്റ്റ് എടുത്തേ പറ്റൂ, അതുകൊണ്ടാണ്. ബാലേട്ടൻ റെസ്റ്റ് എടുക്കാൻ എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ബാലേട്ടൻ ഇല്ലാത്ത സമയത്ത് ദേവിയാണല്ലോ കടകൾ നോക്കണത്, അതെനിക്കൊട്ടും തന്നെ സഹിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നമ്മുടെ നീരും ചോരയൊക്കെ അല്ലേ ബാലേട്ട, അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത വിഷമം പോലെ. പോട്ടെ ഗോമതി, ഇന്നൊരു ദിവസം കൂടിയല്ലേ, നാളെ ഞാൻ കടയിൽ പോയിക്കോളാം, ഇന്ന് ഞാൻ നിന്റെ കൂടി ഇരിക്കട്ടെ ഗോമതി എന്നൊക്കെ പറയാണ്. ഓ ഈ ബാലേട്ടൻ്റെ ഒരു തമാശ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാല മനസ്സിൽ വിചാരിക്കണം, അതേ ഗോമതി ഇന്നല്ലെങ്കിൽ ഇന്ന് നാളെ ആ സമയം എനിക്ക് വേണം സത്യങ്ങളൊക്കെ അറിയാനായിട്ട്. ശേഷം ശരിക്കും ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. അങ്ങനെ അവിടേക്ക് ആര്യൻ വരുന്നുണ്ട്. ആ സമയത്ത് ദേവിയും വരുന്നുണ്ട്. ദേവി പറയുന്നുണ്ട്, ബാലച്ച കടയിലേക്ക് വരില്ലേ? ഇല്ല മോളെ, ഞാൻ ഇന്നും കൂടി വരുന്നില്ല. അതെന്താ ബാലച്ച വരാത്തത്? ഇന്ന് വരാന്നാണല്ലോ പറഞ്ഞത്. ഇല്ല മോളെ, എനിക്ക് നടുവിന് കുറച്ചുകൂടി വേദന കുറവില്ലാതിരിക്കുമ്പോഴുണ്ട്, മോൾ ഇന്നും കൂടി കട നോക്കാവോ, നാളെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആര്യൻ അങ്ങോട്ടേക്ക് വരുവാ കേട്ടോ. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ, കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ കുറവുണ്ട് മോനെ, എന്നാലും ചെറിയൊരു വേദന പോലെ. അല്ല നീ ഇന്ന് ഡെലിവറിക്കാണോ പോണത്, അത് ലോഡ് എടുക്കാൻ പോവാണോ? ഞാൻ ലോഡ് എടുക്കാൻ പോവാണ് അച്ഛാ, കുറച്ച് ദൂരെയാണ് പോണത്. ഓ അങ്ങനെയാണോ, നോക്കി പോയിട്ട് വാട്ടോ എന്ന് പറയുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, ബാലച്ച എന്തായാലും ആര്യൻ ഇങ്ങനെ പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മിത്രക്കോയിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ ബാലച്ച തന്നെ പറഞ്ഞ് മനസ്സിലാക്ക് ആര്യനോട്, ഈ ജോലിക്ക് പോകണ്ട, ഗോമതി സ്റ്റോഴ്സിൽ വന്നിരിക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞിട്ട്, അവര് ജോലി ചെയ്തത് ഓരോരുത്തരും ഇഷ്ടമല്ലേ മോളെ, ആര്യൻ ഇതാ ഇഷ്ടമെങ്കിൽ ആര്യൻ ഈ ജോലി ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കൈവെക്കാട്ടെ. ഈശ്വര, ബാലച്ചൻ തന്നെയാണ് ഈ പറയണത്. ബാലച്ചനാണെന്ന് ഏറ്റവും കൂടുതൽ വിരോധം ഡെലിവറിക്ക് പോകണേ. ഇപ്പൊ ബാലച്ചൻ തന്നെ ഇങ്ങനെ എന്തൊരു അത്ഭുതം ഈ ബാലച്ചന് എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അപ്പൊ നമ്മുടെ ആരും വിചാരിക്കണം, അച്ഛനിത് എന്തു പറ്റി, ഇനിയിപ്പോ അച്ഛൻ ഇന്ന് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്, അച്ഛൻ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ലോങ് പോയാൽ ശരിയാവില്ല എന്ന് ആര്യനെ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ശേഷം ആര്യൻ റൂമിൽ നിന്ന് പോകുമ്പോൾ ദേവിയും റൂമിൽ നിന്ന് പോകുന്നുണ്ട്. ദേവി എല്ലാവരും വിളിച്ചു വരുത്തുവാണ്. മീനാക്ഷി, മിത്ര, ആര്യ എല്ലാവരും ഇങ്ങോട്ട് വന്നേ. എന്താ ദേവി എടുത്തെന്ന് ചോദിക്കുമ്പോൾ, അതെ അച്ഛൻ അന്ന് എന്താണ് വീണപ്പോൾ എന്തോ കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ സംസാരിക്കില്ലതേ. ആരിനോട് ഡെലിവറിക്ക് സന്തോഷത്തോടെ പോയിക്കോളാൻ പറഞ്ഞു, എന്നോട് കടയിൽ പോയി നോക്കി, ഇന്ന് കടയിൽ വരുന്നില്ല, അങ്ങനെ പല പല മാറ്റങ്ങൾ അച്ഛന് വരുന്നത് എന്ന് പറയാണ്. അത് ദേവിയെടുത്ത് പറഞ്ഞാൽ ശരിയാ, ഇനി ആരെങ്കിലും മന്ത്രവാദം ചെയ്തതായിരിക്കോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിത്ര പറഞ്ഞിട്ട്, അത് ശരിയാട്ടോ, എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ അങ്കിൾ ഇങ്ങനെ മാറില്ല, അങ്കിളിന് ഇപ്പോൾ ഒരു ദേഷ്യമില്ല, വല്ലാതെ എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറഞ്ഞിട്ട്, ആ സ്നേഹിക്കണതേ അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ്. അതെന്താ ആകാശേട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് മിത്ര
ചോദിക്കുമ്പോൾ അല്ല, നിങ്ങളൊക്കെ അച്ഛനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലേ, പക്ഷെ അച്ഛൻ്റെ കൂടെ ഇന്നും ഞാൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛന് ചെറിയൊരു മാറ്റം പോലും എനിക്ക് മനസ്സിലാവും. അച്ഛൻ ഇപ്പം എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നില്ല, എന്തോ ഒരു കാരണമുണ്ട്. അച്ഛൻ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ്റെ മനസ്സിൽ തന്നെ പുറത്തേക്ക് വരും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഇവിടുന്ന് പോവാണ്. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് മിത്രക്ക് ടെൻഷൻ ആവുന്നു കേട്ടോ. മിത്ര പറയുന്നുണ്ട്, മീനാക്ഷി എടുത്ത് എനിക്ക് ഇതുപോലത്തെ പേടി പോലെ തോന്നുന്നു. അങ്കിളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിലെ കാര്യം പറയുന്നുണ്ട്. നീ ടെൻഷൻ ആവില്ല മിത്രേ, ഒന്നും ഉണ്ടാവില്ല എന്ന് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് മിഥുനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബാലൻ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളെ കാണിച്ചുള്ളൂ. അപ്പൊ നാളെ കാണിക്കാൻ പോണത് നമ്മുടെ ബാലൻ അങ്ങനെ മിഥുനെ ഡിസ്ചാർജ് ചെയ്തിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ഡോക്ടറിനോട് പറയണം. അപ്പം ഈ പോലീസുകാർ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടും ആരുടെ വലിയ റെസ്പോൺസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ബാലൻ തന്നെ മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പൊ ഡോക്ടറോട് പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാം, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിൽ ഇയാൾ നിൽക്കുന്ന ഡോക്ടർ നല്ലത്, അതുകൊണ്ട് ഇയാളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹോ ബാലന്റെ എന്ത് വലിയ മനസ്സാണ്. അല്ല ബാല, ഈ പയ്യനെ വീട്ടിൽ കൊണ്ടുപോയ പോലീസുകാരുടെ ഇടയ്ക്കിടയ്ക്ക് കേസിന്റെ കാര്യത്തിൽ വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടക്കും, അത് ബാലനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, എന്തായാലും ഇവൻ ഇത്ര ഓക്കെ ആയല്ലോ, ഇനി നടക്കാൻ പറ്റുന്നവരല്ലേ, അതെന്റെ വീട്ടിൽ നിന്നോട്ടെ, അവന്റെ അച്ഛനും അമ്മയും അന്വേഷിച്ചവനവരെ അവൻ എന്റെ വീട്ടിൽ ഭദ്രമായിരിക്കും എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ശരി ബാല, എന്നാൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരാം, ബാലൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറയണം. അങ്ങനെ മിഥുന ബാലൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നാളെയാണ് ബാലൻ വീട്ടിലേക്ക് മിഥുനെ കൊണ്ടുവന്നെ കേട്ടോ. അപ്പൊ ബാലൻ മിഥുനെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഗോമതി മിത്രൻ ഞെട്ടിപ്പോ. അപ്പൊ ഗോമതിക്ക് അറിയില്ല ആദ്യം ഇത് മിഥുനാണെന്നുള്ള സത്യം. മിത്ര ആകെ ഷോക്ക് ആവാണ്. അപ്പൊ മിത്രടുത്ത് ബാലൻ ചോദിക്കണ്ടേ, എന്താ മോളിൽ നീ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത്? ഇയാളെ കണ്ടിട്ടാണോ? ഇതെനിക്ക് കഴിഞ്ഞ ആഴ്ച റോഡരികെ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയ രീതി കിടക്കണ പയ്യനായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സയെ കൊടുത്തു, പക്ഷെ ആൾക്ക് നടക്കാനൊന്നും പെട്ടെന്ന് പറ്റുന്നില്ല, നല്ല പരിക്ക് പറ്റി, ആരോ അടിച്ച് ഒതുക്കി മൂലക്കിട്ടതാണ്. എന്തായാലും എന്റെ കണ്ണിൽ പെട്ടോണ്ട് ഇത്രയൊക്കെ രക്ഷപ്പെട്ടു മോളെ, എന്തായാലും അവന്റെ അച്ഛനമ്മ വരുന്നവരെ കുറച്ച് നാളെ ഇവിടെ ഉണ്ടാവും, അത് എല്ലാ ബാലേട്ട അത് ശരിയാവുന്നു ഗോമതി ചോദിക്കുമ്പോൾ ഒരു ശരികേടില്ല ഗോമതി, നമുക്കും ഇല്ല ഗോമതി ആ മക്കള്, അതുപോലെ നിനക്ക് ഇവനെ കുറച്ച് ദിവസം കണ്ടൂടെ? ശരി എന്നൊക്കെ ഗോമതി പറയണ്ട്. അങ്ങനെ റൂമൊക്കെ ഭദ്രമാക്കിയിട്ട് ഗോമതിയുടെ ബാലിന്റെ റൂമൊക്കെ നമ്മുടെ മിഥുനെ വേണ്ടി കൊടുക്കുകയാണ്. ശേഷം മിത്ര ഗോമതിയുടെ പറയണ്ട്, അമ്മായി എന്താ മോളെ, അത് അങ്കിള് കൊണ്ടുവന്നത് ആരെയാണെന്ന് അമ്മായിക്ക് മനസ്സിലായോ? ഇല്ല, ആരെയാ കൊണ്ടുവന്നത്? അമ്മായി അതാണ് ഇവൻ അല്ല, ആ മിഥുനാണത് എന്ന് പറയാണ്. മിഥുനോ? ഏത് മിഥുൻ? നിന്റെ സ്നേഹിച്ച് സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച അതെ അവൻ തന്നെയാ. ഈശ്വര, അവനെങ്ങനെ ബാലേട്ടന്റെ കൈ കിട്ടി? എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മിത്ര സത്യങ്ങളൊക്കെ ഗോമതി എടുത്ത് പറയാട്ടോ. ഇയാൾ അടിച്ചു കൂട്ടിയത് ആര്യനാണെന്നുള്ള സത്യം പറയാണ്. അപ്പൊ അവിടെ വഴിയരികിൽ ഉപേക്ഷിച്ച് ഞങ്ങൾ വന്നതാണ്. ശേഷം അവർക്ക് അങ്കിളുടെ കണ്ണിൽ പെട്ടത്. അപ്പൊ അങ്കിൾ അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് ഗോമതിക്ക് അങ്കിളാകെ ദേഷ്യം കേട്ടോ. ഈശ്വര, ഇവനെ ഞാൻ തന്നെ നോക്കേണ്ട അവസ്ഥ വന്നല്ലോ, എന്റെ മോളുടെ ജീവിതം തകർത്ത് ഞാൻ തന്നെ ഇവനെ നോക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഗോമതിക്കാകെ ദേഷ്യം വരുവാണ്. പക്ഷെ നമ്മുടെ മീനാക്ഷി മിഥുനെ കാണാൻ പോണേ ഉള്ളൂ കേട്ടോ. മീനാക്ഷിയുടെ മിഥുൻ്റെ ഇടയിൽ വേറൊരു വലിയ രഹസ്യമുണ്ട്, ആർക്കും അറിയാത്തൊരു രഹസ്യം. ഈ സീരിയൽ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മുടെ ഇവർ കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ മീനാക്ഷിനെ പീഡിപ്പിക്കാൻ വേണ്ടി നോക്കിയത് ഈ മിഥുനായിരുന്നു. മീനാക്ഷിനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കിയത്. മീനാക്ഷി അവിടെ നിന്ന് കഷ്ടിച്ചാണ് മിഥുന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ സമയത്ത് ആര്യൻ അങ്ങോട്ട് വരുമ്പോൾ മിഥുനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും ആര്യനും അപ്പം കാണുന്നില്ല മിഥുനാണ് ഇതിനെ പിന്നിലുള്ള സംഭവം. പക്ഷെ മിഥുനെ കാണുമ്പോൾ മീനാക്ഷിക്ക് മനസ്സിലാവും ഇത് അവൻ തന്നെയാണെന്ന്. മീനാക്ഷി പറയും, ഇവനാണ് എന്നെ അന്ന് പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ പിന്നെ ബാലൻ വെച്ചേക്കില്ല. ബാലനല്ല, ആകാശ്, ആര്യൻ എല്ലാവർക്കും അതിനുള്ള പകരം വീട്ടും. അത് 100% ഉറപ്പാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.